സത്യത്തിൽ നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്നത് പോലെ ജാസിയുടെ കയ്യിൽ നിന്നും ആഷിയെ ആഷിയുടെ ഉമ്മക്ക് കിട്ടുമോ? ആഷിയുടെ കുടുംബത്തിന് കിട്ടുമോ? അവരുടെ ആ ഒരു നാണക്കേട് അത് മാറിക്കിട്ടുമോ? എന്തിനു പറയുന്നു, ജാസിയുടെ വീട്ടുകാരുടെ വിഷമം മാറിക്കിട്ടുമോ? ആ ഉമ്മയുടെ പ്രാർത്ഥനകൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഫലം ലഭിക്കുമോ? വലിയ ചോദ്യചിഹ്നങ്ങൾ ഇട്ടുകൊണ്ടാണ് നേരെ വീട്ടിലോട്ട് കിടക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യണ്ട, കാണാം. ആശ ഒരിക്കലും എന്നെ വേണ്ടാന്ന് വെച്ച് പോവത്തില്ല. അതൊരു വലിയൊരു കാര്യം. കാരണം നമുക്ക് നമ്മളെ പാർട്ട്ണറിനെ അറിയാമല്ലോ, അല്ലെങ്കിൽ ആളെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ആശ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ ഞാനാണെങ്കിലും ഭയങ്കര, ഞങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അല്ല, അവിടെ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ്? എന്താണ് പേരച്ചൂട്ടോ? ചോദിക്കട്ടെ. ഓ, അഡ്ജസ്റ്റ്മെന്റ് എന്താ ചെയ്യാം, വെളിച്ചെണ്ണൊക്കെ നല്ല വില കൂടി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാണുങ്ങളാണ്, രണ്ടാണുങ്ങൾ എന്താ അഡ്ജസ്റ്റ് ചെയ്യാനാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എന്താ വർത്താനം പറയണ്ടാവുക? ഒരാണും പെണ്ണൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും മക്കാണൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ രണ്ടാണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൽ ഇപ്പൊ എന്ത് തല്ല ഉണ്ടാവാൻ പോണേ? ഒന്നും സംഭവിക്കാനൊന്നുമില്ല. കലോത്സവ വേദികളിലൊക്കെ കണ്ടുവരുന്ന എന്തോ ഒരു ഒരു കലാപരിപാടി ഉണ്ടല്ലോ, പേര് ഞാൻ മറന്നു, അറിയുന്ന ഒരു കമന്റ് ഇട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആശയെ ഇട്ടിട്ട് പോവും എന്നുള്ള പേടി എനിക്ക് ഒരിക്കലും ഇല്ല. കാരണം ആശയ്ക്ക് ഒരിക്കലും എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ അത്രയും ഞങ്ങൾ മനസ്സിലാക്കിയ വ്യക്തികളാണ്. അതെ, കാരണം ഈവൻ ഇപ്പൊ ഈ ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ ആശയില്ലാണ്ടാണ് ഈ ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളത്. ഈ ഒരു മിനിറ്റ് നിങ്ങൾക്ക് എന്റെ ഫോൺ നോക്കി അറിയാം എനിക്ക് എത്ര മിസ് കോളും ആശയെ വന്നിട്ടുണ്ടാവുന്നുണ്ട്. കാരണം ആശ അങ്ങനെയാണ്. അത്രക്ക് പേടിയാണ് എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും കേറി വരുമോ എന്നുള്ള പേടി. ചെക്കന് വേറെ വല്ല ആൾക്കാരായിട്ടൊന്ന് ശൃംഗരിക്കണം തോന്നി കഴിഞ്ഞാൽ നടക്കൂല. അവനാണാണല്ലോ, ഏതെങ്കിലും ഒരു പെണ്ണിനോടൊന്ന് ശൃംഗരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നടക്കൂല. കാരണം ജാസി എങ്ങാനും പെട്ടെന്ന് കേറി വന്നാലോ, ഇടക്കിടക്ക് വിളിച്ചിട്ട് എവിടെത്തി എന്ന് ചോദിച്ചോണ്ടിരിക്കല്ലേ. ഗൾഫിലത്തെ ഒരു കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ശബ്ദ സന്ദേശങ്ങളും ഉണ്ട്, അതൊന്നും പുറത്തു വിടാനും കഴിയുന്നില്ല. ഈ പറയുന്ന ജാസിയുടെ തന്നെ കുറച്ച് സംഭവങ്ങളുണ്ട്, അതൊന്നും പുറത്തു വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് കാരണം ഇടാത്തെ. വേറൊന്നല്ല, ഈ ജാസീയുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ആഷിക്കൊന്ന് രക്ഷപ്പെടണമായിരുന്നു. അതിനുവേണ്ടി അവിടെ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ഈ ആഷി കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ഉണ്ട് ഊരി തരണേ എന്ന് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ജാസി ഇതൊക്കെ കണ്ടു വന്നപ്പോഴേ, അതായത് മറ്റുള്ള സ്ത്രീകളുമായിട്ടൊക്കെ സംസാരിക്കുന്ന ആഷി അതുകൊണ്ട് പറ്റിയില്ല. അടിയോടടിയായിരുന്നു. നിങ്ങൾക്കൊക്കെ അതൊക്കെ അറിയില്ലേ, ഠമാർ പടാർ. ഒരു സെക്കൻഡ് എന്നെ അങ്ങനെ മാറിയിരുന്ന്, കാരണം ആഷിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ആയിട്ടൊന്നും ഇല്ല. എങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവുക? അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് നാട്ടിലുള്ള ഒരു കൂട്ടുകാരന്മാരെ അടുത്തേക്ക് വരുന്നില്ല എന്നാ. ആരല്ലെങ്കിൽ അടുത്തേക്ക് വരിക? ഇമ്മാതിരി കോപ്രായത്തരങ്ങളൊക്കെ കാട്ടി നടന്ന ആരെ കൂടെ ഉണ്ടാവുക? ആരും ഉണ്ടാവില്ല, നിഴല് പോലും ഉണ്ടാവൂല. ഒരു കാര്യം പരസ്പരം മറച്ചു വെക്കാറില്ല. ഇല്ല, ഒന്നും മീൻസ് എല്ലാം ഞങ്ങൾ ഫുൾ ടൈം 24 hours ഞങ്ങൾ ഒരുമിച്ച് തന്നെയല്ലേ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ സാധാരണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പോലെ ഹസ്ബൻഡ് രാവിലെ പോവുക വൈകിട്ട് വരിക അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. എവിടെ പോവുകയാണെങ്കിലും ആശ ഉണ്ടാവും. അത് പിന്നെ അങ്ങനെയല്ലേ, കാന്തം പോലെ ആവുമല്ലോ. കാര്യം ആണാണല്ലോ, എപ്പോഴും കൂടെ തന്നെ അല്ലേ അങ്ങോട്ട് നടക്കുക. ഇതൊന്നും കൂടാതെ രണ്ടുപേരുടെയും ജോലി ഇൻഫ്ലൂ ആണുങ്ങളാണല്ലോ. അപ്പൊ പിന്നെ ആരെങ്കിലൊക്കെ വർക്കിന് വിളിക്കുമ്പോ രണ്ടാൾ ഒരുമിച്ചേ വിളിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പോവാണ്, സ്വാഭാവികം. എവിടെ പോവാണെങ്കിലും ഞാൻ ഉണ്ടാവും. ഇതിപ്പോ ആശ വരാത്ത ഓൾറെഡി ഷോപ്പിന്റെ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ആശ വരാത്തത്. പക്ഷെ എങ്കിലും എല്ലാം ആ ഒരു ഡേ നടന്ന എല്ലാ കാര്യങ്ങളും ആശ ഷെയർ ചെയ്യും. വന്നാൽ ഞാനും ഇതേപോലെ ഇപ്പൊ ഇന്റർവ്യൂവിന് പോയ കാര്യങ്ങളൊക്കെ ഞാനും അവരോട് പറയും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള അല്ല. വലിയ മല പറിക്കുന്ന ജോലിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നേരം വന്ന് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ആശയാകെ കുടുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ആശയ്ക്കിപ്പോ ഏതെങ്കിലും പെൺകുട്ടീനെ കണ്ട് ഒരു ക്രഷൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റൂല. സ്വാഭാവികമായിട്ട് സാധാരണ നിലക്ക് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തില് ആണും പെണ്ണും കല്യാണം കഴിച്ചാല് അവരൊക്കെ തമാശക്ക് പറയുന്ന ഒരു സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ഞാൻ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണിനെ കണ്ടു, എന്നാ ഒരു ലുക്കാന്നൊക്കെ തമാശക്കൊക്കെ പറയും. ഇവിടെ ഒന്നും പറയാൻ പറ്റൂല. ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഖത്ത് ഇങ്ങനെ ഒരു കറുത്ത പാട് വരും. പണ്ടത്തെ ഓർമ്മയില്ലേ, ഏതോ ഒരു ചേച്ചിയുടെ അടുത്ത് പോയിട്ട് എന്തോന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇടിച്ച് പപ്പടവടെ ആക്കിയത്. അതാണ് ഇത്, ഭയങ്കര അതാണ് എന്നുള്ളതാണ്. നിങ്ങൾ കൈയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിട്ടോ. ഇനി കൈയല്ല, മുഖം തന്നെ ശ്രദ്ധിച്ചു നോക്കിട്ടോ. എത്രയൊക്കെ ഈ മേക്കപ്പ് വാരി പൊത്തിയാലും കറക്റ്റ് പൗരുഷം. എന്തൊരു പൗരുഷമാടേ, കയ്യിലൊക്കെ നല്ല തഴമ്പും ഉണ്ടല്ലേ. കൈയൊക്കെ കാണുമ്പോ തന്നെ ആ ഒരു പൗരുഷമാർന്ന കൈയാണ് എന്നുള്ളതാണ്. എന്റെ ലൈഫാണ് ഇൻഫ്ലുവൻസ്. കാരണം സ്റ്റിൽ ഇത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും ഞാൻ ഇപ്പോഴും ഹാപ്പി ആയിട്ട് സ്റ്റിൽ ഭയങ്കര ഇതായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ലൈഫിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ ഒരാളെയും മൈൻഡ് ചെയ്യരുത്. ശരിയാ, മാതാപിതാക്കൾ ഒന്നും മൈൻഡ് ചെയ്യരുത്. ഞാൻ തന്നെയാണ് എന്റെ ഇൻഫ്ലുവാണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ഇൻഫ്ലുവാണമാണ്, ഒരു പിടുത്തമില്ല. സ്വന്തം വാപ്പാക്ക് ഈ കാര്യത്തിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വാപ്പ മരിച്ചപ്പോ തന്നെ, അതായത് അച്ഛൻ ചത്താ മതി കട്ടിൽ ഒഴിഞ്ഞാൽ മതി എന്നൊരു ചൊല്ലില്ല, അതേപോലെ വാപ്പ മരിച്ച അന്ന് മാക്സി കയറിയതാ.
വീട്ടുകാർക്ക് താല്പര്യമില്ല. ഇവര് കൃത്യമായിട്ട് മതവിശ്വാസ പ്രകാരം ജീവിച്ചു പോകുന്ന ആളുകളാ. അതുകൊണ്ട് ഇതൊന്നും താല്പര്യമില്ല. പിന്നെ നബിയൊക്കെ ശപിച്ച ഒരു ടീമാണിത്. അതൊക്കെ ജാസിക്ക് അത് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും എന്നുള്ളതാ. നിങ്ങളെ ഡ്രീം നിങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് ഒരാളും നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല. ആ ഫോക്കസ് ഓഫ് വ്യൂ നിങ്ങളുടെതായിരിക്കണം. ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ ചെയ്യണം. ശരിയാണ്. ആ ചെക്കനെ അവിടുന്ന് കൊടുന്നതല്ലേ. ആ ഉമ്മ കഴുകനിൽ നിന്നും പരുന്തിൽ നിന്നും എങ്ങനെയൊക്കെയോ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയൊരു ചെക്കനായിരുന്നു. ആ ചെക്കനെ ഡ്രീം കണ്ട് എടുത്തു കൊടുത്തത് പോലെയാണ് അല്ലേ. പിന്നെ എന്താണ് ആരും സഹായിക്കൂല എന്നൊക്കെ. ഇതെന്ത് മനസ്സിലാവുന്നില്ല. എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വീട്ടുകാരാ ആഗ്രഹം നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും, സുഹൃത്തുക്കൾ നിൽക്കും. ഇവിടെ നിന്റെ കാര്യത്തിൽ ആര് നിൽക്കണ്? കുറ്റിപ്പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ കൃത്യമായ ഡാറ്റ കിട്ടും. കിട്ടിയിട്ടുണ്ട്, പുറത്തു വിടാഞ്ഞിട്ടാണ്. ഒരുപാട് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ഏതെങ്കിലും കാലത്തൊക്കെ പുറത്തു വിടാം, അപ്പൊ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു ചെക്കനെ അവന്റെ ഉമ്മാന്റെ അടുത്തുനിന്ന് പറച്ചിവിടെ കൊടുത്തു വെച്ചില്ലേ. ഇതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ നമ്മൾ എന്തും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ. അത് മടിച്ചിരുന്ന് പേടിച്ച് അയ്യോ നെഗറ്റീവ് കമന്റ്, അയ്യോ ട്രോള്, ഇത് ഒന്നും ഒരു കാര്യമില്ല. ടൈമുകളിൽ ജാസിക്ക് ഇത് പേടി ഉണ്ടായിട്ടില്ലേ? നെഗറ്റീവ് കമന്റ്സ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അത് പണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് പണ്ട് നെഗറ്റീവ് കമന്റ് ഒരു ട്രോളൊക്കെ വന്ന് ഞാൻ ഈ ട്രോളർമാർക്ക് ഞാൻ വിളിക്കും. ഹലോ, നിങ്ങൾ എന്തിനായിട്ട് എന്റെ ട്രോൾ ചെയ്ത് ഒന്ന് ഡിലീറ്റ് ചെയ്യൂ പ്ലീസ് എന്നൊക്കെ. ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യണില്ല. ഇതിനൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു നിയമം ആക്റ്റീവ് ആയിട്ടുണ്ട്, 2026 ആക്ട്, സ്പെഷ്യൽ ആക്ട്, നമ്മളെ ട്രാൻസ്ജെൻഡർ ആക്ട്. അതുകൊണ്ട് നോക്കാനൊന്നുമില്ല. അധികം വൈകാതെ ഒക്കെ എടുത്ത് അങ്ങ് ദൂരക്കള്. 251 ആളുകൾ ഇവിടെ ആകെ വോട്ട് ചെയ്യുന്ന ട്രാൻസ്. ഇതൊന്നും അതിൽ പെട്ടതുമല്ല. ID കാർഡൊന്നും കിട്ടിയ ഒരു കാര്യമില്ല. അവിടെ അവരുടെ മുന്നിൽ പോയിട്ട് വീണ്ടും തെളിയിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ ട്രോളന്മാരെ തൂക്കുന്നില്ല. ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും എനിക്ക് അറിയില്ല. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു തമിഴ് മൂവി വന്നിട്ടുണ്ടായിരുന്നു. വിജയ് സേതുപതിയുടെ കൂടെയുള്ള ഒരു മൂവി ആയിരുന്നു അത്. ഇനിയിപ്പോ ഞാൻ ഇതിലെല്ലാം അഭിനയിക്കുന്നില്ല, എനിക്ക് പറയാമല്ലോ. ആണാ? സത്യം? പരമാർത്ഥം? നുണ, കല്ല് വെച്ച നുണ. ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല, 100% ഉറപ്പാ. കാരണം സ്വന്തം കയ്യിൽ കെട്ടിയ വാച്ചിന് 150 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. പക്ഷെ 15,000 എന്ന് പറയുന്ന ആളാ. അതുകൊണ്ട് വാ തുറന്ന നുണയില്ലാത്തതൊന്നും പറയാറില്ല. അത് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടാവൂല. ഉറപ്പിച്ചോ. ധൈര്യമായിട്ട് പറയാലോ. അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് അറിയില്ല പോലും. കുറ്റിപ്പുറം പാലം, റെയിൽവേ സ്റ്റേഷൻ, KSRTC സ്റ്റാൻഡ്. സോറി ട്ടാ, വിഷയത്തിന് വഴുതി മാറി. ഐശ്വര്യലക്ഷ്മി ആയിരുന്നു അതിന്റെ ഹീറോയിനൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നല്ല മൂവി ആയിരുന്നു. ഷൂട്ടൊക്കെ മലേഷ്യയിലും ചെന്നൈയിലുമാണ് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്നോട് അവര് അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ചത്. നല്ല സിനിമയായിരുന്നു. ഷൂട്ട് പോലും തുടങ്ങിയിട്ടില്ല, അപ്പോഴത്തേന് നല്ല സിനിമയായിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചത്രേ. ആരാണ് ഈ കോൽക്കളിയൊക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഈ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ സംഭവം മനസ്സിലായില്ല. ഒരസലോ? കാന്തിക മണ്ഡലങ്ങൾ തമ്മിലുള്ള ആ ഒരു എക്സാക്ഷം വൈയാക്ഷം ആ സാധനാണ്. എനിക്ക് മനസ്സിലായില്ല കേട്ടാ. അഡ്ജസ്റ്റ്മെന്റ് വിളിച്ചു പോലും. കല്ല് വെച്ച നുണയാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ ഇനി? ഇല്ല, തർക്കിക്കുന്നൊന്നുമില്ല. ലൈക്ക് എനിക്കറിയില്ല എന്താണ് അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ തന്നെയാണോ എല്ലാവരും സിനിമയിൽ കയറുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ മാത്രമാണോ സിനിമകൾ ചെയ്യുന്നത്? നല്ല സിനിമകളുണ്ട്, നല്ല സിനിമയുടെ ഭാഗം ആവാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ തുണി ഉരിഞ്ഞ് കാണിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല. തുണി ഉരിഞ്ഞ് കാണിക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാടാ ഇമാതിരി ഊളത്തരത്തിന് ഇതിനെ വിളിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കണ്ണ് പൊട്ടനായിരിക്കോ, അല്ലെങ്കിൽ ഇനി തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കോ? ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും തുണി ഉരിഞ്ഞു കൊടുത്തിട്ടൊന്നും സിനിമയിൽ കയറേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഹെൽനോസ് പാട്ടനെ വിളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. ഒന്ന് കേട്ടോക്കാം. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാ ഞാൻ കാണിച്ചത്. അത് അഫ്കോഴ്സ് മോള് വീഡിയോ ഓൺ ആക്കി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാണ് ഞാൻ കാണിച്ചത്. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ലേ. സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ പരിപാടിയൊന്നല്ല, വലിയ പരിപാടി, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ സഭയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇന്ന കണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നത് തെറ്റുമില്ല. ഞാനത് കാണിച്ചു കൊടുത്ത് അഭിമാനത്തോടു കൂടി പറയുന്ന വേറൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. കൊള്ളാം കേട്ടാ, കൊള്ളാം. ബാക്കി നല്ല രീതിയിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് മാത്രം അതെ, അത് മതി. കാരണം ഞാൻ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് വ്യക്തിയാണ്. എനിക്ക് പാർട്ട്ണർ ഉണ്ട്. എന്റെ ഞാൻ ചെയ്യുന്ന മൂവീസിൽ എന്റെ പാർട്ട്ണറും കൂടി ഓക്കെ ആണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ നല്ലതാണെന്ന് വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. എന്താണ്, ഞാൻ ഫാമിലി ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കുന്ന ആളാണ്. ഫാമിലിയോട് തന്നെ ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കുന്ന ആളാണല്ലേ. ഫാമിലി ഓറിയന്റഡ് ആണ് അത്ര. എന്റെ പൊന്നോ, ആ പാവപ്പെട്ട ചങ്ങായി മരിച്ചുപോയി. അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പള്ളിക്ക് പോകണ സമയത്ത് നാണക്കേടായിട്ട് തലയെ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥ വന്നിരുന്നു.
ഉമ്മാക്ക് വയ്യ, പുറത്തിറങ്ങി നടക്കാത്ത കാരണം അവർക്കും വലിയ കുഴപ്പമില്ല. പിന്നെ കുടുംബക്കാർക്കൊന്നും ഒരു താല്പര്യവും ഇല്ല. ഇതാണ് ഫാമിലി ഓറിയന്റഡ്. ഓറിയ ബിസ്ക്കറ്റ് പാലി കുത്തി തിന്ന കഥ. അതിന് പാർട്ട്ണറോട് ചോദിക്കാത്തൊന്നും ചെയ്യില്ല പോലും. എന്ത് പാർട്ട്ണർ, വല്ലാത്തൊരു പ്രഹസനം തന്നെയാണ് എന്റെ പൊന്നുമക്കൾ. ഇതിനൊക്കെ ആരാടാ വിളിച്ച് ഇന്റർവ്യൂ എടുത്തുന്നേ? കമന്റ് ബോക്സ് കണ്ട് അങ്ങനെ ഇരുന്ന് വിഷമിക്കുന്ന ഒരു വ്യക്തിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, മുമ്പൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ റീൽസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ല ഈ 9 ഇങ്ങനെ കുണ്ടൻ എന്നൊക്കെ വരുമല്ലോ, അപ്പൊ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു അതൊക്കെ കാണുമ്പോൾ. അപ്പൊ നമ്മളിങ്ങനെ വിഷമിച്ച്, ഓ വേണ്ട ഇനി വീഡിയോ ഒന്നും ചെയ്യേണ്ട, എന്തിനാ വെറുതെ ആൾക്കാരെ വായന ഇങ്ങനെ കേൾക്കുന്ന സമയം മിണ്ടാടൊക്കെ ഇരിക്കുമായിരുന്നു. എന്തിനാണ് ഈ സത്യസന്ധമായ കമന്റുകളൊക്കെ കാണുമ്പോൾ അതിന് വിഷമിക്കുന്നത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. കുറ്റിപ്പുറംകാരൊക്കെ പറയുന്നുണ്ടാവും, എന്തിനാണാവോ ഈ സത്യസന്ധമായ കമന്റ് പേടിച്ചിരിക്കുന്നേ, സത്യസന്ധമായിട്ട് മുന്നോട്ട് പൊക്കൂടെ എന്നുള്ളത്. അല്ലേ കുറ്റിപ്പുറംകാരെ? ഇപ്പൊ അടുത്ത് ഞാനേ കുറ്റിപ്പുറം പോയ സമയത്ത് ആ ഒരു സംഭവം ഉണ്ടായി. ജാസി 2 ദിവസം മുമ്പ് എടപ്പാൾ ടൗണിൽ നിന്നിരുന്നിട്ടാ. എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു, എടാ ജാസി നിൽക്കുന്നടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആരെങ്കിലൊക്കെ വന്ന് എവിടെങ്കിലൊക്കെ നിൽക്കട്ടെ, നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനത് ഒഴിവാക്കി. കുറ്റിപ്പുറം പോയ സമയത്താണ് അവിടെ കുറച്ച് ആളുകൾ, എന്റെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആളുകൾ വന്നു. അതിലൊരാള് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് കുറ്റിപ്പുറത്തിന് ഒരു നല്ല പേരുണ്ടായിരുന്നു. കുറ്റിപ്പുറം പാലം പേര് കേട്ട സ്ഥലമാണ്. കുറ്റിപ്പുറത്തിന്റെ പാലത്തിന്റെ അടി അത് വേറെ അവിടെ നിൽക്കട്ടെ. പക്ഷെ കുറ്റിപ്പുറം നല്ല പേര് കേട്ട സ്ഥലമാണ്. അവിടെ നല്ല പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരുണ്ട്, ഇക്ബാൽ കുറ്റിപ്പുറം. അത്ര നല്ല മനോഹരമായ ഒരു നാടിനെ ഒറ്റയടിക്ക് ഈ ഒരൊറ്റ എണ്ണം കാരണം നാണക്കേടിന്റെ വക്കിൽ വന്ന് നിൽക്കുക എന്നാ പറയുന്നത്. ചീത്തപ്പേര്, അത്രക്ക് ചീത്തപ്പേരാണ്. അത്രമാത്രം ആളുകൾ അത് എറി വിളിക്കുന്ന അറിയാം കമന്റ് ബോക്സിൽ. അപ്പൊ എന്നോട് പറയാണ്, എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടേ, ബ്രോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പക്കയാണ്, കറക്റ്റ് കാര്യങ്ങളാണ്. നാണക്കേട് കാരണം വീട് എവിടെയെന്ന് വെച്ചാൽ കുറ്റിപ്പുറം എന്ന് പറയാൻ വയ്യ എന്നുള്ളതാ. വേറെ വല്ല സ്ഥലത്തിന്റെ പേര് പറയാ. അവിടെ തൃക്കണാപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നാട്ടുകാർക്ക് തന്നെ തൃക്കണാപുരോ അത് എവിടെ സ്ഥലം എന്നൊക്കെ തോന്നും. ഒരു വലിയ പേരാണല്ലോ, ഒരു ചെറിയ സ്ഥലമാണ് തൃക്കണാപുരം. അതായത് നമ്മുടെ തവനൂർ സബ് ജയിലൊക്കെ നിൽക്കുന്ന ഭാഗം. എല്ലാവരും കുറ്റിപ്പുറം എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ തൃക്കണാപുരക്കാരാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. പക്ഷെ അങ്ങനെയല്ല. ഇത് ഇപ്പൊ എന്റെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് ഒരുപാട് പേര് എന്നെ മോസ്റ്റ്ലി നെഗറ്റീവ് ആണ് പറയുന്നത്. മോസ്റ്റ്ലി നെഗറ്റീവ് ആണ് പറയുന്നല്ല, 99.9% നെഗറ്റീവാണ്. ഒരാൾക്കും താല്പര്യമില്ല കേട്ടോ, ഒരാൾക്കും. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഈ നെഗറ്റീവ് എനിക്ക് കമന്റ് ഇടുമ്പോഴും എനിക്ക് ഇത് ഒരു നമ്മളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ, ഇത് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് ആൾക്കാർ എടുക്കണം. കാരണം ഇൻഫ്ലുവൻസറാ, ഇൻഫ്ലുവാണങ്ങൾ എന്ന് പറയണം. ഇപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ മോന്ത ഞാനൊന്ന് കൊടുക്കും. ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല, ഞാൻ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറെ കണ്ടന്റ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തൊരു മനുഷ്യനാണ്. എന്നെ ഒന്ന് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കലടേ. നിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്? നീ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യിച്ചത്? ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ കൊടുക്കുന്നതാണോ ഈ ഇൻഫ്ലുവൻസർ? പൊന്നേ, ജാസി ഏത് രീതിയിലാണ് സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒന്ന് പറഞ്ഞു നോക്കട്ടെ, കേക്കട്ടെ. കാരണം ഇപ്പോ ഒരുപാട് പേര് എനിക്ക് നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നുണ്ട്. എന്നിട്ടും സ്റ്റിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ഒരു കമന്റ് പോലും ഞാൻ നെവർ മൈൻഡ് ആക്കിയിട്ട് ഞാൻ എന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതാണ് എന്റെ ഇൻഫ്ലുവൻസ്. ഒരുപാട് തെറി കേൾക്കുന്നുണ്ട്, ഒരുപാട് ബാഡ് കമന്റ് വരുന്നുണ്ട്. ഇതൊക്കെ തരണം ചെയ്തിട്ട് ഒന്ന് പോടാപ്പ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപരാധങ്ങൾ വീണ്ടും തുടരുന്നു. ഇതാണ് എന്റെ ഇൻഫ്ലുവൻസ്. കൊള്ളമിടാ ജാസിക്കാക്ക, കൊള്ളമിടാ ജാസി അമ്മാവ്, കൊള്ളാൻ കേട്ടോ. ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവാണ ഇറങ്ങിയിരിക്കുകയാണ് ഓരോ ഊളത്തരം പറഞ്ഞുകൊണ്ട്. ഇതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യല്ലേ എന്റെ പൊന്നു മക്കളെ. ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക. ഇവിടെ നിലവിലൊരു നിയമം പാസ്സായിട്ടുണ്ട്. അതായത് ഹിജ്റ സംസ്കാരത്തിലുള്ള ആളുകൾ ഹിജ്റ, അതുപോലെ കിന്നറോ ഇങ്ങനെ കുറച്ച് സംസ്കാരമുണ്ട്. അവരിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇനി ട്രാൻസ് ഐഡന്റിറ്റി കാർഡ് കിട്ടുള്ളൂ. ഇനി നിങ്ങൾ അതാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കോടതി പോവുക, പേപ്പർ വാങ്ങുക, എന്നിട്ട് നേരെ അവരൊരു 3 അംഗ സംഘത്തിനെ അവിടെ നിർത്തിയിട്ടുണ്ട്, ഒരു കമ്മീഷനെ. അവരെടുത്ത് ചെല്ലുക, അവര് പേപ്പർ ഒപ്പിട്ട് തന്നിട്ട് അതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതാണ്. അല്ലാത്തവരൊന്നും അതല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് വേഷം കെട്ടി നടക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുന്നേ ഇതിന്റെ നിയമവശങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വേറെ ഒന്നും പറയുന്നില്ല എന്റെ പൊന്നേ. കുറ്റിപ്പുറംകാരെ സുഖം തന്നെ അല്ലേ? സബ്ബടിക്കാത്ത കുറ്റിപ്പുറംകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്ബടിക്ക്, ഹൈപ്പ് ചെയ്യ്, കമന്റ് ചെയ്യ്, ലൈക്ക് അടിക്ക്, സബ്ബടിക്ക്. ഞാൻ പറയാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ പറയാറുള്ളൂ. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളി. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.